കേരള പോലീസ് എനിക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. പോലീസിന്റെ മുമ്പിൽ ഹാജരാകാൻ 14 ദിവസത്തിനുള്ളിൽ ഫെബ്രുവരി 2-ന് ആണ് ഞാൻ നോട്ടീസ് കൈപ്പറ്റിയത്. ഫെബ്രുവരി 2-ന് ഡൽഹിയിലോട്ട് പോകുന്നതിന് തൊട്ടു മുമ്പായിരുന്നു. അപ്പം ഡൽഹി യാത്രയ്ക്ക് ശേഷം നോട്ടീസ് കൈപ്പറ്റി ഇവിടെ വന്നിട്ടുണ്ട്. 14 ദിവസത്തിനുള്ളിൽ ചോദ്യം ചെയ്യാനായി ഹാജരാകണം എന്നുള്ളതായിരുന്നു. നമ്മുടെ ഹണി റോസ് നൽകിയ പരാതിയിലാണ് ഈ കേസ് എടുത്തിരിക്കുന്നത്. ഞാൻ ഡൽഹിയിലായിരുന്നു. നമ്മുടെ പുരുഷ കമ്മീഷനുമായി ബന്ധപ്പെട്ട യാത്രയായതുകൊണ്ട് ഡൽഹിയിലായിരുന്നു. അതുകൊണ്ട് കാര്യങ്ങൾ വളരെ സുതാര്യമായിട്ടും ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് പലപ്പോഴും പോലീസ് അറസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു കാര്യം സംഭവിക്കാതിരിക്കാനും ഒരു ക്ലാരിറ്റി ഉണ്ടാവാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. റിഗാർഡിംഗ് നോട്ടീസ് സർവ്ഡ് ടു മീ ഓൺ February 2nd. അതോടൊപ്പം ഞാൻ KR മീരയ്ക്കെതിരെ സാറിന്റെ ഫോൺ നമ്പർ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ അനീഷ് ജോയ് സാറിന്റെ ഇതിലാണ് എനിക്ക് തന്നിരിക്കുന്നത്. എഴുത്തയച്ചു. February 14 12:30 പോലീസിനെ കാണുന്നുണ്ട്. KR മീരയ്ക്കെതിരെയുള്ള പരാതി എന്തായാലും ചോദിക്കുന്നുണ്ട്. അതോടൊപ്പം ഹണി റോസിന്റെ കേസിന്റെ കാര്യത്തിൽ പോലീസ് എന്നെ ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ടുണ്ട്. രാഹുൽ ഈശ്വർ, ബോച്ചെ, അതുപോലെ ഹണി റോസ്, ഈ ഒരു 3 പേരുടെ വിഷയം ഏത് രീതിയിലായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. സോഷ്യൽ മീഡിയയിൽ ആദ്യം ബോച്ചയും ഹണി റോസും തമ്മിലായിരുന്നു. പിന്നീട് അത് ബോച്ചയെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതിനു ശേഷം ഈ ഒരു ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ ഏറ്റവും കൂടുതൽ വിമർശിച്ചതും നമ്മുടെ രാഹുൽ ഈശ്വർ ആയിരുന്നു. മലയാളികളുടെ വോയിസ് തന്നെയായിരുന്നു രാഹുൽ ഈശ്വർ അവിടെ ഉയർത്തിയിരുന്നതും. അപ്പം അതുകൊണ്ട് തന്നെ അതിനെതിരെ പ്രതികരിച്ചത് കൊണ്ട് തന്നെ ഹണി റോസ് രാഹുൽ ഈശ്വറിനെതിരെ പരാതിയും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു പരാതി കിട്ടിയപ്പോൾ തന്നെ രാഹുൽ ഈശ്വർ ഇതിനുള്ള ജാമ്യം എടുക്കാനൊക്കെ പോയപ്പോഴാണ് സംഭവം ഈ ഒരു പരാതി തന്നെ വാലിഡ് അല്ല എന്ന് പോലീസുകാർ വിലയിരുത്തിയത്. കാരണം രാഹുൽ ഈശ്വർ പറഞ്ഞതും ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം എന്നുള്ള ഒരു കാറ്റഗറിയിൽ വരുന്നത് കൊണ്ട് തന്നെ ആ ഒരു പരാതി വാലിഡ് അല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അന്ന് ഈ രാഹുൽ ഈശ്വറിനെതിരെ കേസൊന്നും അന്ന് എടുത്തിട്ടില്ലായിരുന്നു. അപ്പം അവിടെ ഒരു ജാമ്യം എടുക്കുന്ന ഒരു വ്യവസ്ഥ കൂടി അന്ന് ഇല്ലായിരുന്നു. അതിനുശേഷമാണ് ഒരു പുരുഷ കമ്മീഷന്റെ ഒരു ആവശ്യം എത്രത്തോളം വലുതാണ് എന്ന് രാഹുൽ ഈശ്വർ മനസ്സിലാക്കിയതും പിന്നെ രാഹുൽ ഈശ്വർ എന്താ ചെയ്തു, ഒരു പുരുഷ കമ്മീഷൻ വേണമെന്ന് ഒരു ആവശ്യവും ഉന്നയിച്ചുകൊണ്ട് വീട് രംഗത്ത് വന്നത്. അതായത് ഈ ഒരു ബോച്ചെ ഹണി റോസ് ഇഷ്യൂ വന്നതും പോരാഞ്ഞിട്ട് രാഹുൽ ഈശ്വറിനെതിരെയും ഈ ഒരു ഹണി റോസ് പരാതി കൊടുത്തു. അപ്പം തനിക്ക് പോകാൻ ഒരു ഇടമില്ല, രാഹുൽ ഈശ്വറിന് പോകാൻ ഒരു ഇടമില്ല എന്നത് കണ്ടത് കൊണ്ട് തന്നെ ഒരു പുരുഷ കമ്മീഷൻ വളരെ അത്യാവശ്യമാണ് എന്നുള്ള ഒരു പ്രതികരണം അറിയിച്ചുകൊണ്ട് തന്നെ രാഹുൽ ഈശ്വർ പിന്നെ അതിന് പിന്നാലെ ആയിരുന്നു അല്ലേ. ആ ഒരു പുരുഷ കമ്മീഷൻ ഫോർമേഷന് വേണ്ടിയിട്ട് നമ്മുടെ സീരിയൽ താരമായ പ്രിയങ്കയും ഒപ്പമുണ്ടായിരുന്നത്. സ്ത്രീകളുടെ ഭാഗത്ത് നിന്നുള്ള ഒരു പിന്തുണ അറിയിച്ചുകൊണ്ട് തന്നെയായിരുന്നു ആ ഒരു നടി വന്നതും. ഇപ്പം പ്രിയങ്കയോടൊപ്പം തന്നെ എല്ലാ സ്ത്രീകളും, അതായത് ഒട്ടുമിക്ക സ്ത്രീകളും ആഗ്രഹിക്കുന്നത് ഒരു പുരുഷ കമ്മീഷൻ വേണമെന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള സപ്പോർട്ട് തന്നെയായിരുന്നു രാഹുൽ ഈശ്വറിന് ലഭിച്ചിരുന്നത്. എന്നാൽ പിന്നീട് ഈ പുരുഷ കമ്മീഷന്റെ പിന്നാലെ ഇങ്ങനെ രാഹുൽ ഈശ്വർ നടക്കുന്ന ആ ഒരു വേളയിൽ തന്നെ നമ്മുടെ ഹണി റോസ് രണ്ടാമത് രാഹുൽ ഈശ്വറിനെതിരെ പരാതി കൊടുത്തു. അത് ബോച്ചയ്ക്കെതിരെയും രണ്ടാമത് പരാതി കൊടുത്തിരുന്നു. അത് ആകെ കൂടി തേഞ്ഞൊട്ടിപ്പോയി. അതിനുശേഷം വീണ്ടും ഈ രാഹുൽ ഈശ്വറിനെതിരെയും പരാതി കൊടുത്തു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ പോലീസുകാരെ തന്നെ വിചാരിച്ചു കാണും. കാരണം ഹണി റോസ് ഇങ്ങനെ ഒരു പരാതി തന്നെങ്കിൽ ഇനി രാഹുൽ ഈശ്വർ തന്നെ അതിൽ തള്ളി തപ്പട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ് ആ ഒരു കേസ് ഫയൽ ചെയ്തതും. ഇപ്പൊ കേരള പോലീസ് രാഹുൽ ഈശ്വറിന് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. അതായത് പോലീസിന്റെ മുന്നിൽ ഹാജരാകാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പുള്ളിക്കാരൻ നമ്മ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോയിൽ തന്നെ പുള്ളിക്കാരൻ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. കേരള പോലീസ് എനിക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. പോലീസിന്റെ മുമ്പിൽ ഹാജരാകാൻ 14 ദിവസത്തിനുള്ളിൽ ഫെബ്രുവരി 2-ന് ആണ് ഞാൻ നോട്ടീസ് കൈപ്പറ്റിയത്. ഫെബ്രുവരി 2-ന് ഡൽഹിയിലോട്ട് പോകുന്നതിന് തൊട്ടു മുമ്പായിരുന്നു. അപ്പം ഡൽഹി യാത്രയ്ക്ക് ശേഷം നോട്ടീസ് കൈപ്പറ്റി ഇവിടെ വന്നിട്ടുണ്ട്. 14 ദിവസത്തിനുള്ളിൽ ചോദ്യം ചെയ്യാനായി ഹാജരാകണം എന്നുള്ളതായിരുന്നു. നമ്മുടെ ഹണി റോസ് നൽകിയ പരാതിയിലാണ് ഈ കേസ് എടുത്തിരിക്കുന്നത്. ഞാൻ ഡൽഹിയിലായിരുന്നു. നമ്മുടെ പുരുഷ കമ്മീഷനുമായി ബന്ധപ്പെട്ട യാത്രയായതുകൊണ്ട് ഡൽഹിയിലായിരുന്നു. അതുകൊണ്ട് കാര്യങ്ങൾ വളരെ സുതാര്യമായിട്ട് തന്നെ പോലീസിന് കാണാൻ പറ്റുമെങ്കിൽ ഇമെയിൽ റിപ്ലൈ ചെയ്തിട്ടുണ്ട്. അനീഷ് ജോയ് എന്ന് പറയുന്ന SHOയ്ക്കാണ് റിപ്ലൈ കൊടുത്തിരിക്കുന്നത്. ഈ വരുന്ന February 14, അതായത് മറ്റന്നാൾ നമ്മുടെ വാലന്റൈൻസ് ഡേ ദിനത്തിൽ 12:30 അദ്ദേഹത്തോട് ഞാൻ സമയം ചോദിച്ചിട്ടാണ് ഹാജരാകുന്നത്. അപ്പം മറ്റന്നാൾ പോകുന്നുണ്ട്. അപ്പം ഇദ്ദേഹത്തിന് തന്നെയാണ് ഞാൻ നമ്മുടെ KR മീരയ്ക്കെതിരെയുള്ള പരാതിയും കൊടുത്തത്. KR മീരയുടെ കാര്യത്തിലും എനിക്കൊരു അപ്ഡേറ്റ് നൽകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം വളരെ സുതാര്യമായി പോകുന്നത് നാളെ ഇതൊരു തർക്കമോ പ്രശ്നമോ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ശബരിമലയുടെ പ്രക്ഷോഭകാലത്തൊക്കെ ഞങ്ങളെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് പലപ്പോഴും പോലീസ് അറസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു കാര്യം സംഭവിക്കാതിരിക്കാനും ഒരു ക്ലാരിറ്റി ഉണ്ടാകാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. പോലീസിന് ലൈവായിട്ട് മെയിൽ അയക്കാൻ പോവാണ്. അവർ തന്ന നോട്ടീസ് അറ്റാച്ചും കൂടെ ചെയ്തിട്ടുണ്ട്. അറ്റാച്ച് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അറ്റാച്ച് ചെയ്തു. അദ്ദേഹത്തോട് 12:30 ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹം കൃത്യമായ വരി കഴിഞ്ഞ ആഴ്ച ഡൽഹിയിൽ പുരുഷ കമ്മീഷൻ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് യാത്രയിലായിരുന്നു. ഈ February 14 12:30 അനീഷ് ജോയ് സാറിനെ കാണാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. റിഗാർഡിംഗ് നോട്ടീസ് സർവ്ഡ് ടു മീ ഓൺ February 2nd. അതോടൊപ്പം ഞാൻ KR മീരയ്ക്കെതിരെ തന്ന പരാതിയിലും അനീഷ് സാർ ഒരു അപ്ഡേറ്റ് നൽകും എന്ന് വിശ്വസിക്കുന്നു. മെയിൽ അയച്ചിട്ടുണ്ട്. മെയിൽ അയച്ചു.
ഇനി നമുക്ക് പോലീസുകാരെ വിളിച്ചും ക്ലാരിഫൈ ചെയ്യാം. പോലീസുകാരെ വിളിച്ചും കൂടി ക്ലാരിഫൈ ചെയ്ത് കാര്യങ്ങൾ വളരെ സുതാര്യമായി കൃത്യമായി ഫോണും കൂടെ വിളിച്ച് ഗ്ലെയറിന്റെ പ്രശ്നമുള്ളതുകൊണ്ടാണ് കേട്ടോ. ഈശ്വറാണേ സാർ. സാർ എനിക്കൊരു നോട്ടീസ് തന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ഹാജരാകാൻ. അപ്പൊ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ഫെബ്രുവരി 2 ഞാൻ ആ നോട്ടീസ് കൈപ്പറ്റി 14 ദിവസത്തിനുള്ളിൽ ഹാജരാവണം എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ ഫെബ്രുവരി 14 മറ്റന്നാള് ഞാൻ ഹാജരാകാൻ വേണ്ടി ഒരു റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മള് മെയിലിലേക്ക് അയച്ചിട്ടുണ്ട്. സാർ ആ മെയിൽ കിട്ടിയോ എന്നൊന്ന് നോക്കാമോ? ഇപ്പൊ സാർ ഒരു മിനിറ്റ് മുമ്പാണ് അയച്ചത്. 1 മിനിറ്റ് മുമ്പാണ് അയച്ചത്. സാർ ഒന്ന് മെയിൽ. ഇല്ല സാറേ, രാഹുൽ ഞാൻ മുമ്പ് KR മീരക്കെതിരെ പരാതി അയച്ച അതേ മെയിൽ ഐഡിയിലാണ് അയച്ചത്. ഞാൻ അയച്ചിരിക്കുന്നത് എന്റെ rahulkeishwar@gmail.com എന്നാണ്. അയച്ചിട്ടുള്ള ID എന്ന് പറഞ്ഞാൽ SHOCentralEKM.POL@kerala.gov.in. സാറിന്റെ എന്റെ ഈ സാറിന്റെ ഫോൺ നമ്പർ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ അനീഷ് ലോയ് സാറിന്റെ ഇതിലാണ് എനിക്ക് തന്നിരിക്കുന്നത്. അപ്പം സാറ് എന്താ മറ്റേ റിക്വസ്റ്റ് കിട്ടിയിട്ടുണ്ടോ? അല്ല ഞാൻ ഇതിലേക്ക് അയച്ച SHOCentralEKM.POL അയച്ചിട്ടുള്ളത്. മെയിൽ പോയി എന്നാണ് എനിക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അതെ സാർ ഒന്ന് കയറി നോക്കിയേക്കണേ. മറ്റന്നാൾ 12:30 സാർ. താങ്ക് യു. 12:30. കഴിഞ്ഞ ആഴ്ച ഞാൻ ഡൽഹിയിൽ മറ്റേ പുരുഷ കമ്മീഷന്റെ ക്യാമ്പയിന് വേണ്ടി പോയിരിക്കുകയായിരുന്നേ. അതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച എത്താൻ പറ്റാത്തത്. 14 ദിവസം എന്ന് പറഞ്ഞാൽ മറ്റന്നാൾ വരെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ. താങ്ക് യു സാർ. താങ്ക് യു സാറിന്റെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ വൃത്തിയായും വെടിപ്പായും ചെയ്യണം. അപ്പം കേരള പോലീസിന് എഴുത്തയച്ചു. ഫെബ്രുവരി 14 12:30 പോലീസിനെ കാണുന്നുണ്ട്. KR മീരക്കെതിരെയുള്ള പരാതി എന്തായാലും ചോദിക്കുന്നുണ്ട്. അതോടൊപ്പം ഹണി റോസിന്റെ കേസിന്റെ കാര്യത്തിൽ പോലീസ് എന്നെ ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ടുണ്ട്. ഈ ഒരു ടൈറ്റിൽ കൊടുത്ത് തന്നെ ഹണി റോസ് പോലീസ് നോട്ടീസ് ലഭിച്ചു. ഫെബ്രുവരി 12:30 കൊച്ചിയിൽ ഹാജരാകും എന്നുള്ള ക്യാപ്ഷനാണ് കൊടുത്തത്. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് ഷാരൂണിനെ കൊന്നതിനെ പ്രോത്സാഹിപ്പിച്ച KR മീരയ്ക്കെതിരെ നോട്ടീസ് അയച്ചില്ലെങ്കിലും ഹണി റോസിനെ വിമർശിച്ച എനിക്കെതിരെ പോലീസ് താല്പര്യത്തോടെ നീങ്ങുന്നുണ്ട്. ഫെബ്രുവരി 14 12:30 കൊച്ചിയിൽ ഹാജരാകും. ഇതാണ് പുള്ളിക്കാരൻ ആ ഒരു ഡിസ്ക്രിപ്ഷനിൽ എഴുതിയിരുന്നത്. ബാക്കി ആ ലൈവ് വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടല്ലോ. അപ്പൊ ഇതാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഇപ്പം 2ാമത് പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം രാഹുൽ ഈശ്വറിനെ പോലീസിന് മുന്നിൽ ഹാജരാകേണ്ടി വന്നത്. വേറെ ഒന്നും കാണത്തില്ല. കാരണം ആ ഒരു കാര്യം അദ്ദേഹത്തിന് അറിയാലോ, ആ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത്. എന്നാലും നല്ല രീതിയിലുള്ള സപ്പോർട്ട് തന്നെയാണ് നമ്മുടെ രാഹുൽ ഈശ്വറിന്റെ കമന്റ് ബോക്സ് എടുത്ത് നോക്കുവാണെങ്കിൽ എല്ലാവരും പറയുന്നത് രാഹുൽജിക്ക് ഫുൾ സപ്പോർട്ടാണ്. ശക്തമായി മുന്നോട്ട് പോവുക, എല്ലാ പിന്തുണയും രാഹുൽ ഈശ്വർക്ക്. ഇങ്ങനെയുള്ള കുറേ നല്ല കമന്റ്സുകളുണ്ട്. ബുദ്ധിയുള്ള കേരള ജനത നിങ്ങൾക്കൊപ്പമാണ് സർ എന്ന് പറയുന്നവരുമുണ്ട്. നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തികമായി സഹായം ചെയ്യാൻ ഞങ്ങളെ കൂടി അവസരം തരണം. കാരണം മൊത്തം പുരുഷ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്കും മറ്റ് പ്രവർത്തകർക്കും അതൊരു ബാധ്യത ആവരുത്. ശരിയാണ്. രാഹുൽ ഈശ്വർ ഫുൾ സപ്പോർട്ട്. എല്ലാവരും അവിടെ ഉണ്ടാകണം. അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. ഞാനും AKMA മെമ്പർമാരും അവിടെ ഉണ്ടാകും. നിങ്ങളും അവിടെ ഉണ്ടാകണം. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേര് നല്ല സപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം രാഹുൽ ഈശ്വറിന് ഈ ഒരു പണി ഇപ്പൊ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. എന്നാലും കുഴപ്പമില്ല. രാഹുൽ ഈശ്വറിന് അതൊന്നും വലിയ പുത്തിരിയൊന്നുമില്ല. കാരണം അദ്ദേഹം ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം അദ്ദേഹത്തിനും അറിയാം. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ജനങ്ങൾക്കും അറിയാം. ഈ ഒരു കാര്യം ഈ ഒരു വശത്ത് നടക്കുമ്പോൾ മറുവശത്ത് നമ്മുടെ ഹണി റോസിന് കിട്ടിയ പണി നിങ്ങളെല്ലാവരും അറിഞ്ഞല്ലോ അല്ലെ. ബോച്ചയുടെ ഫെബ്രുവരി 14 ഉദ്ഘാടനത്തിന് വരുന്നത് നമ്മുടെ കുംഭമേളയിലെ മൊണാലിസയാണ്. കുംഭമേളയിലെ വൈറൽ പെൺകുട്ടിയായ മൊണാലിസ, മോണി ബോസിലേതാണ് യഥാർത്ഥത്തെ പേര്. ആ പെൺകുട്ടിയാണ് കാലിക്കറ്റിൽ വരുന്നത്. ഫെബ്രുവരി 14 10:30 ചെമ്മണ്ണൂർ ഷോപ്പിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞ് ബോച്ച തന്നെയാണ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തതും നമ്മുടെ ഫാൻസിനെല്ലാം അറിയിച്ചതും. അതോടൊപ്പം തന്നെ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഫാൻസുകാർ തുള്ളിച്ചാടുകയാണ്. കാരണം ഹണി റോസിന്റെ ഉദ്ഘാടന ചടങ്ങുകളെല്ലാം ഏകദേശം അസ്തമിച്ച മട്ടായിരിക്കുവാണ്. കാരണം പുള്ളിക്കാരത്തി ഈ ഒരു പ്രശ്നം കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്നു 2 സ്ഥാപനങ്ങളിൽ ഉദ്ഘാടനത്തിന് പോയി. ഒന്നാമത് പാലക്കാടാണ് പോയത്. അന്നത്തെ കാര്യം പ്രത്യേകിച്ച് പറയണ്ടല്ലോ. മുഴുവനും സ്കൂൾ കുട്ടികളും കോളേജ് കുട്ടികളായിരുന്നു. ആ ഒരു കോളേജ് അധികൃതർക്കെതിരെ തന്നെ പരാതിയും നടപടിയും എടുത്തു കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിച്ചത്. അതിന്റെ വോയിസ് റെക്കോർഡൊക്കെ നിങ്ങൾ കേട്ടല്ലോ. പിന്നെ 2ാമതായിരുന്നു ദുബായില് ഒരു ഉദ്ഘാടനത്തിന് പോയത്. അവിടെ പുള്ളിക്കാരത്തി പോയപ്പോഴത്തേക്ക് ഡ്രസ്സിലുണ്ടായ വേരിയേഷൻ തന്നെ നിങ്ങൾ എല്ലാവരും കണ്ടതാണല്ലോ. അത് ശരിക്കും പറഞ്ഞാൽ അത് ഒരു തരത്തിൽ അങ്ങനെ ആയിപ്പോയി.
അവിടെ പിന്നെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ഒരു ജനസമൂഹം കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ ഹണി റോസ് ഒന്ന് സന്തോഷിച്ചു. കേരളത്തിലല്ലേ നമുക്ക് പിന്തുണ ഇല്ലാത്തത് എന്ന് വിചാരിച്ച്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആ സ്ഥാപനത്തിലെ വിളികൾ ഹണി റോസിന് പകരം ബോച്ചെ 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 എന്നുള്ള പേരായിരുന്നു മുഴങ്ങിക്കേട്ടത്. ആ സമയത്ത് ഹണി റോസിന്റെ ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ അല്ലേ. എന്തായാലും ഇതുപോലത്തെ ഒരു അവസ്ഥ വേറെ ഒരു നടിക്കും ഉണ്ടാകില്ല എന്ന് തന്നെ വിശ്വസിക്കുകയാണ്. കാരണം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ഒരു സെലിബ്രിറ്റിയാണ്. ആ സെലിബ്രിറ്റിയിൽ അവരുടെ പേരല്ലാതെ മറ്റൊരാളുടെ പേര് മുഴങ്ങുന്ന കേട്ടാൽ അത് ആദ്യമായിട്ടായിരിക്കും നമ്മൾ അങ്ങനെ കേൾക്കുന്നത്. അങ്ങനെ രണ്ടാമത്തെ ഉദ്ഘാടനത്തിന് തേഞ്ഞൊട്ടിയിട്ടാണ് ഹണി റോസ് വന്നത്. ഇപ്പം ഹണി റോസ് ദുബായിൽ തന്നെയാണ്. ഇപ്പം നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് അവരുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ പർദ്ദയൊക്കെ ഇട്ടുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ട്. ഫുൾ പർദ്ദയും ഇട്ട് തലയിൽ മൂടിയിട്ട് ദുബായിലാണ് പുള്ളിക്കാരത്ത് നടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അതൊരു പ്രതിഷേധമാണോ, പ്രതിഷേധം അറിയിക്കുന്നതിന്റെ ഭാഗമായിട്ടാണോ ഈ ഒരു വസ്ത്രം ധരിച്ചതെന്നുള്ള കാര്യം അറിയില്ല. പിന്നെ മറ്റൊരു കാര്യം തന്നെ ദുബായ് സിറ്റിയാണ്. അവിടെ ഈ കേരളത്തിലുള്ളത് പോലെ ഒന്നും നടക്കാനൊന്നും പറ്റില്ലല്ലേ. ഇനി അതും കൊണ്ടും പർദ്ദയിട്ട് നടന്നതാണോ എന്നും അറിയില്ല. എന്തായാലും പുള്ളിക്കാരത്തേക്ക് പർദ്ദയിട്ട് നടക്കാനോ അല്ലെങ്കിൽ പർദ്ദയിട്ട് ഉദ്ഘാടനത്തിന് പോകാനുള്ള ഉദ്ദേശമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല. നമ്മളെ പാലക്കാടുള്ള ഉദ്ഘാടനം കണ്ടപ്പം അത്യാവശ്യം കുഴപ്പമില്ല, മാന്യമായിട്ടുള്ള വേഷം തന്നെയാണ് ധരിച്ചെത്തിയത്. പക്ഷേ നമ്മുടെ ഈ ഒരു ദുബായിലുള്ള ഉദ്ഘാടനത്തിന് പോയപ്പം പുള്ളിക്കാരുടെ അത് പഴയ അവസ്ഥ തന്നെ വീണ്ടും വന്നു. അന്ന് ആ ഒരു ഡ്രസ്സിങ്ങിലുണ്ടായ അപാകതയും എല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു മാറ്റം ഉണ്ടാകുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം മറ്റു വേഷത്തിലാണ് വരണമെങ്കിൽ ഹണി റോസിനെ എവിടെ നിന്നാലും ആളുകൾക്ക് തിരിച്ചറിയാൻ സാധിക്കുമല്ലേ. പർദ്ദയിട്ടാൽ ജസ്റ്റ് തലയിൽ മൂടി നടക്കാമല്ലോ, ആരും തിരിച്ചറിയില്ലല്ലോ എന്നുള്ള ഉദ്ദേശമാണോ എന്നറിയില്ല. എന്തായാലും പർദ്ദയിട്ട ആ ഒരു വീഡിയോ നല്ല രീതിയിൽ വൈറലായിട്ടുണ്ട്. അതിലെ ശരിക്കും പറഞ്ഞാൽ കുറെ പേര് കമന്റുമായിട്ട് വരുന്നുണ്ട്. വിമർശന കമന്റ് ഇടാൻ സാധ്യത കുറവാണ്. കാരണം വിമർശിച്ചാൽ പണി കിട്ടും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ആരും അങ്ങനെ ഒരു ഇൻഡീസെന്റ് ആയിട്ടുള്ള കമന്റ്സ് ഒന്നും നമ്മുടെ ഹണി റോസിന്റെ അക്കൗണ്ടിൽ ഇടുമെന്ന് തോന്നുന്നില്ല. കാരണം പേടിയുണ്ടേ, ജീവന് പേടിയുണ്ട്. എപ്പോഴാണ് പോലീസ് വീട്ടിൽ എത്തുക എന്നുള്ള കാര്യം അറിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ആ ഒരു കമന്റ് നമുക്ക് എല്ലാവരും സദാചാര കമന്റുകളൊക്കെ കുറെ ഉണ്ട്. ഇപ്പൊ സമാധാനമായല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചേറെ സദാചാര കമന്റ്സുകളുണ്ട്. എന്തായാലും നമ്മുടെ ബോച്ചെ ഫെബ്രുവരി 14 കാലിക്കറ്റ് ഷോറൂമിലേക്ക് മൊണാലിസയെ കൊണ്ടുവരുന്നു. എന്തായാലും ഇത് കഴിഞ്ഞാൽ ഉടനെ അടുത്തത് മെസ്സിയെ കൊണ്ടുവരാനുള്ള ഒരു തുടക്കമാണെന്ന് തോന്നുന്നു. നമ്മുടെ ബോച്ചെ മുന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു മെസ്സിയെ കൊണ്ടുവരുമെന്ന്, ബ്രാൻഡ് അംബാസിഡർ ആക്കണം എന്നുള്ള ഒരു മോഹം അദ്ദേഹത്തിനുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കേരളത്തിലുള്ള ഒട്ടുമിക്ക ജനങ്ങളും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇനി മെസ്സി കേരളത്തിലേക്ക് വരുന്നതും കാത്ത് അല്ലേ.